ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉപ്പിന് നികുതി ചുമത്തിയതിന് പ്രതിഷേധിച്ച് 1930 മാർച്ച് 12-ന് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അഹിംസാ സത്യാഗ്രഹമാണ് ഉപ്പ് സത്യാഗ്രഹം. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദണ്ഡിയിലേക്ക് നടത്തിയ യാത്രയാണ് ഇതിന്റെ ആരംഭം. മാർച്ച് 12 പ്രഭാതം സബർമതി ആശ്രമം പതിവിലും നേരത്തെ ഉണർന്നു. നെഹ്റുവും സരോജിനി നായിഡുവും അടക്കം 1000-ഓളം ആളുകൾ സബർമതി ആശ്രമത്തിന്റെ മുറ്റത്ത് തടിച്ചുകൂടി. അവരോടായി ഗാന്ധിജി പറഞ്ഞു, ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും. സബർമതിയിൽ നിന്നും കാൽനടയായി ഏകദേശം 388 കിലോമീറ്റർ 24ഓളം ദിവസമെടുത്ത് പൊള്ളുന്ന വെയിലിലും തടസ്സമുള്ള ഭൂപ്രകൃതിയിലും അവർ കടന്നുപോയി. അവരുടെ ഓരോ ചുവടുവെപ്പുകളും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പടികളാണെന്നുള്ള വിശ്വാസമായിരുന്നു അവരുടെ ശക്തി. ഏപ്രിൽ 6-ന് അവർ ദണ്ഡി കടപ്പുറത്തെത്തി. ജനങ്ങൾ നോക്കി നിൽക്കെ ഗാന്ധി ഒരു പിടി ഉപ്പ് വാരിയെടുത്ത് വലത് കൈ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചു ഇങ്ങനെ പറഞ്ഞു, ഈ ഒരു പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. ഉപ്പ് പിടിച്ച ഈ മുഷ്ടി തകർന്നേക്കാം, എന്നാലും വിട്ടുകൊടുക്കില്ല. ഈ ഉപ്പ് സത്യാഗ്രഹം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ അടിത്തറ ഇളക്കി വലിയ വിപ്ലവത്തിന് കാരണമായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവും വഴികാട്ടിയുമായ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഒരു സമരം ഇന്ത്യൻ ജനതയ്ക്ക് കൂടുതൽ ആവേശവും ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിവേരറുക്കാനും ഇതിലൂടെ സാധിച്ചു. ഒരിക്കലും മരിക്കാത്ത ധീരദേശാഭിമാനിയുടെ, നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ 1000 പുഷ്പങ്ങൾ അർപ്പിക്കട്ടെ. ജയ് ഹിന്ദ്.